മാളും കുഞ്ഞാവി നമ്മളെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ്. വാവ ആദ്യമായിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് വാവനെ കൂട്ടാൻ വേണ്ടി അങ്ങ് പോകും. ഞങ്ങളിപ്പോൾ ഇരുവശിലേക്കാണ് പോകുന്നത്. ആടുന്ന നേരെ കുറച്ച് ഏട്ടനുണ്ട്, പിന്നെ വല്യമ്മ എല്ലാവരും കൂട്ടി നേരെ മാളുവിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലെത്തി. ഇതാണ് വല്യമ്മ. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. പിന്നെ മാളുവിനെയും വാവേനെയും വെൽക്കം ചെയ്യാനുള്ള ചെറിയ കലാപരിപാടികൾ ഞങ്ങൾ വീട്ടിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിനി. അങ്ങനെ പോകുന്നതിന് മുമ്പേ അതെല്ലാം കുറച്ച് സെറ്റ് ചെയ്തു. ബാക്കിയെല്ലാം ഏട്ടനും ഏച്ചിമാരെല്ലാം വന്ന് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അതുകൊണ്ട് പിന്നെ അത് ഫിനിഷ് ആക്കാൻ വേണ്ടി ഞങ്ങൾ നിന്നിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ പോകുന്നു ഗൈസ്. അതെ, പേരുവിളീൻ്റെ സമയത്ത് എല്ലാവരും പോയതുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകാൻ ഞങ്ങൾ ഇത്ര ആൾ മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ എല്ലാവരും വീട്ടിലേക്ക് കുഞ്ഞുവാവ വരുന്ന സമയത്ത് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായേ. അയ്യോ, ഞങ്ങളാണെങ്കിൽ അവിടെ എത്തിയ സമയത്ത് കുഞ്ഞുമ്മ നല്ല ഉറക്കത്തിൽ തന്നെയാനും. ആളാണെങ്കിൽ തൊട്ടിൽ കിടന്ന് കാലെല്ലാം പുറത്തേക്കിട്ട്, അതാണ് അവൻ്റെ മെയിനായിട്ടുള്ള ഹോബി, കാല് തൊട്ടിൽ നിന്ന് പുറത്തേക്കിട്ട് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവൻ്റെ അടുത്തെല്ലാം നിന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ എണീറ്റിട്ടുണ്ടായിനി. വല്യമ്മയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് മോനെ കാണുന്നത്. കാരണം വല്യമ്മ നാട്ടിലുണ്ടായിട്ടില്ല. വല്യമ്മേൻ്റെ മോൻ്റെ അടുക്കാനും. അതുകൊണ്ട് കുഞ്ഞ് വാവ ഉണ്ടായ സമയത്ത് നാട്ടിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് വാവേനെ മീറ്റ് ചെയ്യുന്നത്. ഇതാണ് മാളുവിൻ്റെ കസിനും കുട്ടിയാണ്. പേര് വിളിക്കലിന് ശേഷം ഞാനും ഇപ്പാണ് എൻ്റെ മോനെ കാണുന്നത്. ഓനാണെങ്കിൽ ഇപ്പോൾ തലയെല്ലാം ആട്ടുന്ന ടൈമിൽ ചിരിക്കാനെല്ലാം തുടങ്ങിനി ചെറുതായിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഓനെ കളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കുഞ്ഞുമോൻ്റെ ഒപ്പം കളിക്കുകയും ചെയ്തു, ഓനെ കളിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കാണെങ്കിലും മോനെയും കൂട്ടി മാളുവിനെയും കൂട്ടി 2:30 വീട്ടിലേക്ക് കയറണം. അങ്ങനെ അതിന് ടൈമെല്ലാം ഉണ്ടായിനി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്കാണെങ്കിലും മോനെയും മാളുവിനെയും കൂട്ടി ഞങ്ങളെ വീട്ടിൽ പോകുന്ന സന്തോഷമാണെങ്കിൽ, മാളുവിൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര സങ്കടേനും. കാരണം പൊതുവേ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഇത്രയും നാളും വീട്ടിലുണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ. ഞങ്ങളെ കുഞ്ഞുമോനെ കൂടാണ്ട് ഒരു മോനും കൂടി ഉണ്ടായിനി. ഇത് മാളുവിൻ്റെ കസിൻ്റെ കുട്ടി തന്നെയാണ്. ഇവർ തമ്മിൽ 1-2 മാസത്തിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ മാള് പോകാൻ വേണ്ടി റെഡിയായി. സാരിയെല്ലാം ഉടുത്ത് ഓള് പോകാൻ വേണ്ടി റെഡിയാവലാണ്. നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിൽ വർത്താനെല്ലാം പറഞ്ഞ് ഓളെ ട്രോളുന്നെല്ലാം ഉണ്ടായിനി. അത് കഴിഞ്ഞ് പിന്നെ മോനെ പോകാൻ വേണ്ടി റെഡിയാക്കലായി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അച്ഛനും അമ്മമ്മയും കൂടെ മോനെ എടുത്ത് കുറച്ച് നേരം കളിപ്പിക്കുകയും ചെയ്തു. തലയിലരിയിടൽ ചടങ്ങിന് ശേഷം കുഞ്ഞുവാവിനെ ഞങ്ങൾക്ക് തരുക ചെയ്തത്. ഞാനന്ന് കുഞ്ഞാവിനെ വാങ്ങിനി. മളുവിൻ്റെ അമ്മ നല്ല കരച്ചിലേനും, ഭയങ്കരമായിട്ട് ഇമോഷണലായിപ്പോയി. കാരണം രണ്ടാൾ ഇത്രയും ദിവസം കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകുമ്പം എന്തായാലും ഉണ്ടാവും വിഷമം. അത് നമുക്കായാലും ഉണ്ടാവും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവർ രണ്ടുപേരും ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അതുപോലെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിനി. അങ്ങനെ കുഞ്ഞുവാവേനെ മടിയിലിരുത്തിപ്പോയത് ഞാനാണ്. പക്ഷെ പകുതി എത്തുമ്പോൾ നല്ല കരച്ചിൽ കരഞ്ഞു. അങ്ങനെ അവൻ പാലെല്ലാം കുടിക്കാൻ വേണ്ടി ബാക്കിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് പിന്നെയും എൻ്റെ മടിയിലേക്ക് തന്നെ വന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസെല്ലാം എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു മെമ്മറീസ് ആയിട്ട് എടുത്ത് വെക്കാമല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. കുഞ്ഞുവാൻ്റെ കാല് പടിയിലെല്ലാം ഇങ്ങനെ എന്താ പറയുക ടച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായത്. വീട്ടിലെത്തിയിട്ടും തലയിലരിയിൽ ചടങ്ങുണ്ടായിനി. അങ്ങനെ മോനെയും മാളുവിനെയും തലയിലരിയിട്ട് ഞങ്ങൾ അവരെയും കൂട്ടി വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിനി. 1-2 ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അമ്മായി, മാമൻ, അതുപോലെ ഏട്ടനേച്ചി. അങ്ങനെ അവർക്ക് കുറച്ച് ആൾക്കാർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാ ചടങ്ങുകൾക്ക് ശേഷം പിന്നെ വാവിയും മോനും കൂടെ റൂമിലേക്ക് കയറലേനും. അങ്ങനെ ഏട്ടനേച്ചി അവരെല്ലാവരും കൂടെ അവരുടേതായ രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിനി റൂം. അങ്ങനെ അവർ റൂമിൽ കയറി മോനെ ബെഡിൽ കിടത്തി. നല്ല കരച്ചിലേനും. ഒന്നുകിൽ വീട് മാറിയതുകൊണ്ടാണെന്നോ അറിയില്ല, ഓൻ നല്ല കരച്ചിലേനും. ഓനെ കളിപ്പിക്കാൻ പിന്നെ കിച്ചു യാമി എല്ലാം ഉണ്ടായിനി. പിന്നെ ഓൻ്റെ ചുറ്റും നിന്ന് ഓനെ കുറേ നേരം കളിപ്പിച്ചു. അങ്ങനെ അമ്മമ്മ പിന്നെ കുഞ്ഞുവാവ വന്നതിന് ശേഷം ഓൻ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. അമ്മമ്മക്ക് പിന്നെ ഇനി വേറെ മെയിൻ പരിപാടിയൊന്നുമില്ലല്ലോ, ഇതുതന്നെയായിരിക്കുമല്ലോ മെയിൻ പരിപാടി. പിന്നെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓന് ഭയങ്കര പ്രയോറിറ്റി ഉണ്ടായിനി. യാമോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ നമ്മളെ കുഞ്ഞാവേനും കുട്ടി വന്നു ഗൈസ്. ലാസ്റ്റ് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു. കാരണം അവരുടെ ഫാമിലി അവർ 3 ആൾ നിൽക്കുന്ന ഒരു ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല വരുന്ന തിരക്കിൽ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ അവരെ 3 ആൾ ഈ ഫോട്ടോ കുറച്ച് എടുക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാം നിന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും കൂടെ അങ്ങനെ ചെറിയൊരു എന്താ പറയുക ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പ് ഫോട്ടോയിൽ എടുത്ത് കഴിയുമ്പോഴേക്കന്നെ ആൾ നല്ല ഉറക്കത്തിലായിനി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പാപ്പനും മോനെ എടുക്കുന്നുണ്ട്. പാപ്പൻ എടുത്തിട്ടുണ്ടായിട്ടില്ല വന്നതിന് ശേഷം കരച്ചിലെല്ലാം ആയതുകൊണ്ട്. അങ്ങനെ ഓനെ പിന്നെ കിടത്താൻ നോക്കുക ചെയ്തത്. ഓൻ്റെ ഇറക്കം പൂച്ച ഉറക്കം പോലെയാണ്, പെട്ടെന്ന് എണീക്കും. അത് കഴിഞ്ഞ് പിന്നെ അച്ചാച്ചൻ്റെ ഡ്യൂട്ടിയും സ്റ്റാർട്ട് ചെയ്തു. താരാട്ട് പാട്ടി ഉറക്കലും പാട്ടുപാടലും എല്ലാം ആയിരുന്നു. പിന്നെ ഞങ്ങൾ തൊട്ടിലും കെട്ടിയിട്ടുണ്ടായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഞങ്ങളെ ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളെല്ലാം അറിയണമെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.